വടക്കൻ മലബാർ എന്ന് വിധി എഴുതുമ്പോൾ അവിടെ റെക്കോർഡിടുന്നത് പാണക്കാട് കുടുംബമാണ്. അതിരാവിലെ തന്നെ ആദ്യ വോട്ട് കുത്തിക്കൊണ്ട് പിണറായിക്ക് മുൻപിൽ കൊടുങ്കാറ്റായി മാറുകയാണ് അവർ. സർവ്വസാധാരണ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വോട്ട് കൂടുതൽ രേഖപ്പെടുത്തുന്നത് മലബാറിലാണ്. ആ മലബാർ ഇന്ന് വിധി എഴുതുമ്പോൾ എന്തുകൊണ്ട് ഈ വിധിയെഴുത്ത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമാണ് ഉള്ളത്. തീർച്ചയായും അത് മുഖ്യമന്ത്രിയെ തറ പറ്റിക്കുക, CPM-നെ തൂത്തെറിയുക, അത്രമാത്രം. അവിടെയാണ് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വെല്ലുവിളി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളെ ഞങ്ങൾക്ക് മുൻപിൽ എണ്ണിപ്പറയാൻ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ വെല്ലുവിളി. മുഖ്യന്റെ മടിയിൽ കനമുണ്ട് എന്നും കൈകൾ ശുദ്ധമല്ല എന്നും അറിയാത്തവരായി സത്യത്തിൽ ഇന്ന് ആരുമില്ല. കാരണം അയ്യപ്പന്റെ സ്വർണം കക്കാൻ മാത്രം ധൈര്യമുള്ളവർ മുഖ്യന്റെ ഇടത്തും വലതും നിൽക്കുന്നവരാണ് എന്ന് ഈ പറയുന്നവർക്ക് നന്നായി അറിയാം. അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവിന് ഒന്നും നോക്കാനില്ല. ഈ വിഷയങ്ങളെയെല്ലാം കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളുമൊക്കെ ഇപ്പോൾ എടുത്തു പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ജനം 10 വർഷം കൊണ്ട് മടുത്തു. ഇനിയും ഈ പോക്ക് പോകാൻ കഴിയില്ല എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ വോട്ടെടുപ്പ് എന്നാണ് അവർ പറയുന്നത്. ആ രംഗങ്ങളൊന്ന് കാണാം. വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും കാണുന്നത്. UDF-ന്റെ അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം തിരിച്ചിപ്പോ വടക്കൻ ഇപ്പൊ 2ാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക. UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക, നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുക UDF ഭരണസമിതികൾക്കാണ് എന്ന് LDF-ന്റെയും UDF-ന്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ UDF-ന് നല്ല വിജയ പ്രതീക്ഷയുണ്ട്. ഭരണവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ UDF-ന്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അതാണല്ലോ. സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും. അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. പോളിംഗ് ശതമാനം ഉയരുമോ? തീർച്ചയായിട്ടും നല്ല പോളിംഗ് ശതമാനമായിരിക്കും. എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി. ഈ തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം UDF-ന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. സ്വാഭാവികമായിട്ട് UDF-ന് അനുകൂലമായിട്ടൊരു സാഹചര്യം എന്നാണ് വിലയിരുത്തുന്നത്. അതെ, എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നേരത്തെ UDF-ന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് UDF-ന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും. ഏറ്റവും അധികം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. ഇവരൊക്കെ വോട്ട് ചെയ്താണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത്. ഞാനും അതിന് അടിവരയിടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് UDF-ന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് എന്തായിരിക്കും? അല്ല, ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് 10 കൊല്ലമായിട്ട് അവരനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ്. അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിന്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വലിയ ഗൌരവമുള്ള വിഷയങ്ങൾ. ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 ശബരിമല. ഇന്ന് പോളിംഗ് നടക്കുന്നതിൽ 3 കോർപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ട്. മികച്ച പ്രവർത്തനം ഉൾപ്പെടെ നടത്തി കോർപ്പറേഷനിലൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ UDF-ന് പ്രതീക്ഷ കുറവില്ല. കോഴിക്കോട് ഉൾപ്പെടെ UDF-നെതിരെ മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? അതെങ്ങനെ? ഒന്നും പ്രതിഫലിക്കൂല. ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്നത്
ജീവിതത്തിലുണ്ടായ വിഷമം 10 കൊല്ലമായിട്ട്. പിന്നെ ഈ ശബരിമല ഇത് തന്നെയാണ് ഈ തവണ പ്രതിഫലിക്കാൻ പോണത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഒരു പ്രതീക്ഷ? ജില്ലാ പ്രസിഡന്റ് കേരളത്തിലെ ഇടതുഭരണത്തിനെതിരെയുള്ള ഒരു വിധേയത്വവും കേരളം മൊത്തം ഇവിടെ സൂചിപ്പിച്ച പോലെ കോർപ്പറേഷനുകളൊക്കെ UDF തിരിച്ചുപിടിക്കും. ഇവിടെ മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനാധിപത്യത്തിനുടെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും. യുവജനങ്ങളുടെ മുന്നേറ്റം നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങള് കഴിഞ്ഞ 10 കൊല്ലമായി പുറത്തുമുട്ടിയിരിക്കുകയാണ്. അതിന്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അവസരം കാത്തുകയാണ്. എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും. ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും. പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ്. നേരത്തെ തെക്കൻ ഭാഗത്ത് നടന്നു. കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ്. അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ അതിനോട് മുന്നാടിയായി ഒരു സെമിഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തേരോട്ടം UDF ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയാണ്.